ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകത നിറഞ്ഞ പഠന പരമ്പരയാണ് റോമാലേഖനത്തിൽ നിന്നുള്ളത്. ഈ പഠന പരമ്പരയുടെ 81-ാമത്തെ അധ്യായത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. 81-ാമത്തെ അവതരണം. കഴിഞ്ഞ പാഠത്തിൽ നാം വളരെ വിശദമായിട്ട് രണ്ട് സംവിധാനം, അതായത് മനുഷ്യൻ ദൈവമുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ കണ്ടുവരുന്ന ലഭ്യമായ രണ്ട് സംവിധാനം. ഒന്ന് കർമ്മത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും വ്യവസ്ഥ, രണ്ട് കൃപയുടെയും വിശ്വാസത്തിൻ്റെയും വ്യവസ്ഥ. ഇതിൽ ദൈവം മുമ്പിൽ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് കർമ്മമാർഗത്താലല്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടില്ല. ദൈവമുമ്പിൽ ഒരു മനുഷ്യനെ ദൈവം കുറ്റമില്ലാത്തവനായി തൻ്റെ മുമ്പിൽ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം കൃപയാലുള്ള വിശ്വാസമാണ്. കൃപയാൽ നൽകപ്പെട്ടത് വിശ്വാസത്താൽ നാം അംഗീകരിക്കുമ്പോൾ കർത്താവ് യേശുവിൽ അർപ്പിക്കുന്ന വിശ്വാസം. അപ്പോൾ കർമ്മമാർഗത്തിലൂടെ രക്ഷപ്പെടില്ല. റോമലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറഞ്ഞു. ഒരിക്കൽ കൂടെ വേദഭാഗം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വാക്യങ്ങളിലാണ് നമ്മൾ ഈ വ്യവസ്ഥകൾ കണ്ടത്. കൃപയാൽ വിശ്വാസത്താലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥ. കർമ്മം എപ്പോഴും ഒരു കടം ഓർമ്മിപ്പിക്കുന്നു. നാം ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വേതനം കടമാണ്, അത് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. പക്ഷെ വിശ്വാസം ഒരു ദാനമാണ്, അത് നാം നേടിയെടുക്കുന്നതല്ല, നാം വിശ്വസിക്കുകയാണ്. എല്ലാ പാപികളായ എല്ലാ മനുഷ്യരുടെയും ആവശ്യം ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. കർത്താവ് യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. മനുഷ്യജീവിതത്തിന് ഏറ്റവും അടിസ്ഥാന ആവശ്യം ദൈവവിശ്വാസമാണ്. ദൈവമാണ് ഒരു മനുഷ്യന് അവനെ നീതീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവനെ പാപത്തിൽ അവനെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്ന ദൈവമാണ്. ന്യായപ്രമാണം, മോശയിലൂടെ കടന്നു വന്ന ന്യായപ്രമാണത്തിന് മുമ്പ് ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിനെ നീതീകരിക്കാൻ അടിസ്ഥാനമായി കണ്ടു. അബ്രഹാം ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം, അത് ന്യായപ്രമാണം ഇതിനു മുമ്പുള്ള കാലമാണ്. ആ കാലത്ത് ജീവിച്ച മനുഷ്യരാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അബ്രഹാം ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അബ്രഹാമിനെ നീതിമാനായി പ്രഖ്യാപിച്ചു. ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് ദാവീദ്. രണ്ട് വ്യക്തികളെയാണ് പൗലോസ് അവതരിപ്പിച്ച്. മറ്റൊന്ന് ദാവീദ് ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ്. ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്ന ദാവീദിൻ്റെ ജീവിതത്തിലെ പാപത്തെ ദൈവം കണക്കിട്ടില്ല. ദാവീദ് ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം. ഇപ്പോൾ വിശ്വാസമാർഗമാണ്, കർമ്മമാർഗമല്ല, ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. അത് ദാവീദിലൂടെ വ്യക്തമായി കാണിച്ചു തരികയാണ് പൗലോസ് അപ്പോസ്തലൻ. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ബോധിച്ച മനുഷ്യരെന്ന് വിളിക്കപ്പെട്ട ദാവീദിലൂടെ ദൈവം മുമ്പിൽ ഒരു മനുഷ്യന് യഥാർത്ഥ ബന്ധം അനുഭവിക്കാനുള്ള അടിസ്ഥാനം വിശ്വാസമാണ്. ദൈവാത്മാവിൽ ദാവീദ് സംസാരിച്ചപ്പോൾ വ്യക്തമായി പറഞ്ഞു, ഇത് ഭാഗ്യമാണ്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യം. 3 പ്രയോഗങ്ങളാണ്: അധർമ്മം മോചിച്ചു, പാപം മറച്ചു, പാപം കണക്കിടാത്ത അവസ്ഥ. അപ്പോൾ ആയതിനാൽ ദൈവം മനുഷ്യൻ്റെ ഈ പാപം കണക്കിട്ടില്ല, അവനെ നീതിമാനായി പ്രഖ്യാപിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വിശ്വാസത്തിൻ്റെ, ദൈവാശ്രയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എപ്പോഴും അങ്ങനെയാണ്, ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. പഴയ കാലത്തിൽ ഹബക്കൂക്കിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യം വളരെ പ്രധാനമാണ്. പുതിയ നിയമത്തിലുടനീളം കാണാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇപ്പോൾ ദൈവം നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എബ്രായലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരെ കൊണ്ട് നിറഞ്ഞ പുതിയ അധ്യായത്തിൽ മുഴുവൻ വിശ്വാസത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹാബേലിനെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും നോഹിയെക്കുറിച്ചും മോശയെക്കുറിച്ചും എല്ലാവരെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്താൽ. അപ്പോൾ ഇതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതിൻ്റെ രത്നച്ചുരുക്കം. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 9-ാമത്തെ വാക്യം മുതൽ പിതാവായ അബ്രഹാം, 9-ാം വാക്യം മുതൽ 17-ാം വാക്യത്തിൻ്റെ ആരംഭം വരെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പിതാവായ അബ്രഹാമിനെക്കുറിച്ചാണ്. അബ്രഹാം പിതാവ് എന്നാണ് ആ പ്രയോഗം. അബ്രഹാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു പ്രധാന കഥാപാത്രമാണ്. പുതിയ നിയമത്തിൽ അബ്രഹാമിൻ്റെ പേര് പത്രോസിൻ്റെ പൗലോസിൻ്റെ പേരിനേക്കാളും കൂടുതലുണ്ട്. പുതിയ നിയമത്തിൽ അബ്രഹാമിൻ്റെ പേര് അത്രമാത്രം പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. ദൈവിക വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ എഴുത്തുകാർ ഉപയോഗിച്ചതായ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രഹാം. ഈ 2 പുസ്തകത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിച്ചു.
എത്ര അസാധാരണമായ വിശേഷണമാണ്. ഒരു മനുഷ്യനെ ദൈവം തൻ്റെ സ്നേഹിതനെന്ന് വിളിച്ചു. പുതിയ നിയമത്തിലെ വേദഭാഗം നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. യാക്കോബിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരം പറയുന്നു: അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. യെശയ്യാവ് 41:8 പഴയ നിയമത്തിൽ അത് കാണാം. അബ്രഹാമിനെ ദൈവം തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനെ മറച്ചു വയ്ക്കാൻ ദൈവത്തിന് കഴിയില്ല എന്ന് പറഞ്ഞു. സൊദോം ഗൊമോറ നശിപ്പിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതൻ. കാരണം ദൈവം അബ്രഹാമിൽ വളരെ സന്തോഷിച്ചു. കാരണം അബ്രഹാം ദൈവത്തിൽ വളരെയധികം ആനന്ദിച്ചു. അബ്രഹാം ദൈവത്തിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രസാദകരമായ രീതിയിൽ ജീവിച്ചു. ഇപ്പോൾ റോമലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ പ്രധാന ഉദാഹരണമായി അവതരിപ്പിക്കുന്ന അബ്രഹാമിനെയാണ്. 4-ാം അധ്യായത്തിൻ്റെ 9-17 വരെ നമുക്ക് ഓടിച്ച് കുറച്ച് ഭാഗങ്ങളെങ്കിലും വായിക്കാം. അപ്പോൾ ഇവിടെ അധർമ്മം മോചിച്ചും പാപം മറിച്ച് കെട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊരു ഭാഗ്യവർണ്ണനം പറയുന്നു. എന്നിട്ട് അവിടെ ചോദിക്കുന്നത് 9-ാം വാക്യത്തിൽ, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ? ഇത് പരിച്ഛേദന സ്വീകരിച്ച മനുഷ്യർക്ക് മാത്രമുള്ളതാണോ? കാരണം ദാവീദ് പരിച്ഛേദനയുടെ കീഴിലുള്ളതാണ്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളതാണ് മനുഷ്യരാണ്. അതാണ് ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ? അഗ്രചർമ്മത്തിനും കൂടിയ പരിച്ഛേദന ഏൽക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് അഗ്രചർമ്മത്തോടു കൂടിയ അവസ്ഥ. അപ്പോൾ ഈ ഭാഗ്യവർണ്ണന, ഈ അനുഗ്രഹം ഏത് കാലത്തുള്ളതാണ്? അതിന് ഉത്തരം പറയുന്നു, അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടു? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? അബ്രഹാം പരിച്ഛേദന ഏറ്റതിന് ശേഷമാണോ അബ്രഹാമിനെ നീതിമാനായി പ്രഖ്യാപിച്ചത്? ഉത്തരം, പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. പരിച്ഛേദന സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് അബ്രഹാമിനെ ദൈവം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിമാനായി പ്രഖ്യാപിക്കും. കൂടുതൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന 11-ാം വാക്യം, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടി നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും, പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവുമാകുമെന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനമെന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ എത്ര അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്ക് ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജയിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെപ്പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ പിതാവായി അബ്രഹാമിനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വേദഭാഗത്തിലെ പ്രധാന പ്രമേയം അബ്രഹാം എന്ന പിതാവിനെക്കുറിച്ചാണ്. അബ്രഹാം എന്ന പിതാവ്. കാരണം 12-ാം വാക്യത്തിൽ പിതാവായി അബ്രഹാം, അതിൻ്റെ 16-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞു എല്ലാവർക്കും താൻ പിതാവാകേണ്ടത് തന്നെ. 11-ാം വാക്യത്തിൽ പറഞ്ഞു അവൻ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്. ഇപ്പം പിതാവ് 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 എന്ന് അബ്രഹാമിനെ പരാമർശിക്കുന്നു. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ വിശദമായി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പെട്ടെന്നൊന്ന് കുറച്ചെങ്കിലും ആദ്യം നമുക്ക് നോക്കാം. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അത് സംഭവിച്ച ക്രമത്തെക്കുറിച്ച്. അബ്രഹാമിന് ഏകദേശം 66 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു. കൽദയ പട്ടണമായ ഊർ എന്ന പട്ടണത്തിൽ വെച്ചാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11:31 ഇങ്ങനെ ആരംഭിക്കാൻ, തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ടു. അവൻ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. അത് 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇത് ആവർത്തിക്കുന്നു. ഉൽപ്പത്തി 15:7 കൂടെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു. ദൈവമാണ് അപ്പോൾ അബ്രഹാമിനെ കൂട്ടിക്കൊണ്ടുവന്നത്. 66 വയസ്സ് പ്രായം. അപ്പോൾ അബ്രഹാമും അദ്ദേഹത്തിൻ്റെ പിതാവ് തേരഹും കൂടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും ഹാരാനിലേക്ക് യാത്ര ചെയ്തു. 15-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ വെച്ച് 205 വയസ്സ് പ്രായമുണ്ടായ തേരഹ് ഹാരാനിൽ വെച്ച് മരിക്കുന്നു. അപ്പോൾ അബ്രഹാമിന് അടുത്തത് 12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. 75-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷപ്പെടുന്നു. ആദ്യത്തെ 3 വാക്യങ്ങൾ പ്രധാനമാണ്. ഉൽപ്പത്തി 12.
യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്യുന്നതെന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിന് ആദ്യം വസ്തുക്കളെക്കുറിച്ചുള്ള വാഗ്ദാനം കൊടുത്തു, ഒരു ജനതയെക്കുറിച്ചുള്ള വാഗ്ദാനം കൊടുത്തു, ദൈവ സംരക്ഷണത്തെക്കുറിച്ച് വാഗ്ദാനം കൊടുത്തു. പക്ഷെ അതിലെല്ലാം പ്രാധാന്യമുള്ളതാണ് ഒരു ഉദ്ദേശം, ഒരു പദ്ധതിയെക്കുറിച്ചുള്ള വാഗ്ദാനം. അത് ഗലാത്യ ലേഖനം 3:8 പുതിയ നമുക്ക് വായിക്കാൻ കഴിയും. ഗലാത്യർക്ക് ലേഖനം 3 അതിൻ്റെ 8 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലുള്ള വിശ്വാസികളെ ഓർമ്മിപ്പിക്കുമ്പോൾ 3:8 ഇപ്രകാരം പറഞ്ഞു. അവിടെ പറഞ്ഞത്, എന്നാൽ ദൈവം വിശ്വാസമൂല ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഉദ്ദേശം, അബ്രഹാമിൻ്റെ ഉദ്ദേശം, അബ്രഹാമിലൂടെയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ഭൂമിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ഈ ബാക്കി 3 പ്രത്യേകത. വസ്തുക്കളെക്കുറിച്ച് വാഗ്ദാനം കൊടുത്തു, സകല ദേശവും നിനക്ക് തരും, നിൻ്റെ സന്തതി മുഖാന്തരം. അപ്പോൾ ഒരു വലിയ ജനതയായി നിങ്ങൾ മാറും. അതൊരു ജനതയെക്കുറിച്ചുള്ള വാഗ്ദാനം. ഞാൻ നിന്നെ സംരക്ഷിക്കും, സംരക്ഷണ വാഗ്ദാനം. അതിലും വലിയ വാഗ്ദാനമാണ് അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനം. നിന്നിൽ ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അതാണ്. അബ്രഹാം അവിടുന്ന് കനാനിലേക്ക് യാത്രയായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, 10ഓളം വർഷങ്ങൾ കഴിഞ്ഞു. താനും തൻ്റെ ഭാര്യയും ഇപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്തവരാണ്. അബ്രഹാമിൽ വലിയൊരു സന്തതിയുടെ അനുഗ്രഹമാണ് വാഗ്ദാനം ചെയ്തത്. ഇപ്പോഴും മക്കളില്ല. ദൈവം അബ്രഹാമിന് വീണ്ടും ഓർമ്മപ്പെടുത്തി, ഉറപ്പിച്ചു കൊടുത്തു. ഉൽപ്പത്തി 13:16 വാക്യത്തിലെത്തുമ്പോൾ, ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും, ഭൂമിയിലെ പൊടിയെ നിനക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണാമെന്ന് പറഞ്ഞ് വീണ്ടും ആ വാഗ്ദാനം ഓർമ്മപ്പെടുത്തും. മക്കളില്ല ഇപ്പോഴും. പിന്നീട് 15 വാക്യത്തിൽ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിൻ്റെ സന്തതി ഇങ്ങനെയാകും. അപ്പോൾ പൊടിയും നക്ഷത്രങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതേപോലെ ഞങ്ങൾക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞു. പക്ഷേ അബ്രഹാം ഉൽപ്പത്തി 15:6 പറയുന്നത്, അവൻ യഹോവയിൽ വിശ്വസിച്ചു. മക്കളില്ല, വാർദ്ധക്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്, പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊടി പോലെ മക്കൾ തരും, നക്ഷത്രപോലങ്ങളെ മക്കൾ തരും. ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. തൻ്റെ നെഗറ്റീവ്, ശരീരത്തിൽ ആരോഗ്യമില്ലാത്ത അവസ്ഥ, സാറയുടെ ഗർഭപാത്രത്തിൻ്റെ അവസ്ഥ, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു, ദൈവം പറഞ്ഞിട്ടെന്താ നടക്കാത്തത്, ഇങ്ങനെ ഒന്നും സംസാരിച്ചില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന അത് അവന് നീതിയായി കണക്കിട്ടു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ അബ്രഹാമിനെ ദൈവം നീതിമാനായി കണക്കിട്ടതിൻ്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസം. വർഷങ്ങൾ 14 വീണ്ടും കടന്നുപോയി. ഉൽപ്പത്തി 17-ാം അധ്യായത്തിന് 4 മുതൽ 6 വരെ വരുമ്പോൾ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കണം. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. വാഗ്ദാനം വീണ്ടും ഓർമ്മിപ്പിച്ചു. ആ സമയത്ത് ദൈവം അബ്രഹാം ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് അവരുടെ ശരീരത്തിൽ പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. പരിച്ഛേദന ഉൽപ്പത്തി 17:9 മുതൽ 14 വരെ കാണാം. ദൈവം പിന്നെ അബ്രഹാം ചെയ്ത്, നീയും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിനക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതികൾക്കും മധ്യയുള്ള നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായി എൻ്റെ നിയമമാവിത്. നിങ്ങൾ പുരുഷപ്രതിയൊക്കെ പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും. അതിൻ്റെ 20 മുതൽ 27 വരെ എനിക്കും നിനക്കും തമ്മിലുള്ള നിയമത്തിൻ്റെ അടയാളം. ഇതിനെക്കുറിച്ച് കൂടുതൽ അബ്രഹാം ചെയ്തതിലെ മറ്റ് സംഭവങ്ങളിൽ കൂടുതലായി നമുക്ക് അടുത്ത പഠനത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. 22-ാം അധ്യായം ഉൽപ്പത്തിയിലെത്തുമ്പോൾ, അവിടെ 22-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ തൻ്റെ തനിക്ക് അവസാനം മകനെ ലഭിച്ചു. മകനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അബ്രഹാമിന് തയ്യാറായി. അബ്രഹാം മകനെ യാഗം കഴിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. ദൈവം വീണ്ടും ആ വലിയ വാഗ്ദാനം പറഞ്ഞു. നീ നിൻ്റെ മകനെ പോലും തരാൻ മടിച്ചില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. മറക്കരുത്, ദൈവം അബ്രഹാമിനെ വിളിച്ചെന്താണ്? തൻ്റെ സ്നേഹിതൻ. ദൈവം തൻ്റെ ഉടമ്പടി ഓർമ്മിപ്പിച്ചു. നിന്നിൽ ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിസ്മയകരമായൊരു കണക്കെഴുത്ത്, ആ ഒരു ക്രമീകരണത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നിയമത്തിൻ്റെയും കർമ്മത്തിൻ്റെ വ്യവസ്ഥ, കൃപയുടെയും വിശ്വാസത്തിൻ്റെയും വ്യവസ്ഥ. നമ്മുടെ മുമ്പിലുള്ള പഠന വിഷയം, എന്തടിസ്ഥാനത്തിലാണ് അബ്രഹാമിനെ എല്ലാവരുടെയും പിതാവായി പരിഗണിച്ചത്? എപ്രകാരമാണ് അബ്രഹാം എല്ലാവരുടെയും പിതാവായി മാറുന്നത്? ഇതാണ് നമ്മുടെ പഠന വിഷയം. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ അത് ആരംഭിക്കുന്നതാണ്.
ആദ്യമായി അബ്രഹാം പിതാവ് എന്ന് വിളിക്കപ്പെട്ടതിൻ്റെ കാരണം പരിച്ഛേദനയ്ക്ക് മുമ്പ് തന്നെയാണ് താൻ നീതീകരിക്കപ്പെട്ടത്. അതൊരു കാരണമാണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസം പഠിക്കാം. നമ്മൾ കണ്ടു കൃപ, വിശ്വാസം, ആ വ്യവസ്ഥയാണ് ദൈവത്തിന് മുമ്പിൽ നാം നീതീകരിക്കപ്പെടും. നമുക്ക് വേണ്ടത്, പാപികളായ മനുഷ്യർക്ക് വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. അബ്രഹാം പിതാവ് പരിച്ഛേദന എന്ന നിയമം വരുന്നതിന് മുമ്പ് തന്നെ, അഗ്രചർമ്മം എന്ന അവസ്ഥയിൽ വെച്ച് തന്നെ ദൈവം നീതീകരിച്ച മനുഷ്യൻ. അപ്പോൾ രണ്ടു കൂട്ടർക്കും പിന്നീട് പരിച്ഛേദനയും ഏറ്റു. ഇപ്പോൾ രണ്ടു കൂട്ടറിലും, അഗ്രചർമ്മത്തിലുണ്ടായിരുന്നവരും പരിച്ഛേദന ഏറ്റപ്പോഴുള്ളവരും, അവരുടെ എല്ലാ മാതൃകയായി അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. തുടർന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വിശദമായി ആ വിഷയം നമ്മൾ ചിന്തിക്കുന്നതാണ്. ചിന്തിക്കുക, പഠിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തെ മുമ്പിൽ നിർത്തുവാൻ യോഗ്യമായ ഏറ്റവും വലിയ കാര്യം. ദൈവങ്ങളെ സഹായിക്കും.